ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് മെയ് 16. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എൻ്റെ പ്രവീൺചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അതും 9th വെഡിങ് ആനിവേഴ്സറിയാണ്. ഓക്കെ, അപ്പം ഇന്ന് അധികം ആഘോഷങ്ങളൊന്നുമില്ല, കുറച്ച് വിഭവങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ആദ്യത്തെ വിഭവം എന്താണെന്ന് വെച്ചാൽ ഒരു വെജിറ്റബിൾ പുലാവാണ് ഞാൻ വെക്കുന്നത്. മിക്സഡ് വെജിറ്റബിൾ പുലാവാണ്. അപ്പം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പിന്നെ ഞാനിത് ബട്ടറിലാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുലാവാണ്. പിന്നെ അരി ഞാൻ എടുത്തിരിക്കുന്നത് ഇത് സോന മസൂരി അരിയാണ്, അല്ലാതെ ഞാൻ ബസ്മതിയോ അല്ലെങ്കിൽ ഖൈമയോ പിന്നെ ബർദമാൻ റോസ് അതൊന്നും അല്ല എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മുടെ സോന മസൂരി അരി. അപ്പോൾ ഇതിങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വേവിച്ചിട്ട് ഇത് ഞാൻ എന്താ പറയുക, ഒരു 3/4 വേവിച്ചതിന് ശേഷം ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു പാകം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇതാ ഇത് വെന്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇപ്പോൾ ഒരു ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വേവിച്ചിട്ടുള്ളൊരു പാകം. അങ്ങനെ എടുത്തിട്ട് ഞാനിത് കുക്ക് ചെയ്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ. അപ്പം അങ്ങനെ എടുത്തിട്ടുള്ള റൈസാണ് ഇത്. ഓക്കെ, പിന്നെ ഇത് ഇത് സാധാരണ ഫ്രോസൺ വെജിറ്റബിൾ ആണ് കേട്ടോ. ഞാൻ വേറെ ഫ്രഷ് എന്നൊന്നും ഞാൻ പറയൂല. ഇത് ഫ്രോസൺ വെജിറ്റബിൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് കുക്ക് ചെയ്തിട്ടുള്ള റൈസ് ഒരു 3 കപ്പോളം വരും, 3 വലിയ കപ്പോളം വരും. അതിന് ഞാൻ 1.5 കപ്പ് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളതാണ്, കാര്യം മോക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അവൾ കുറച്ച് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതൊരു കുഞ്ഞ് സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അത് കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മല്ലിയില, പിന്നെ അതുമാതിരി ഞാൻ പറഞ്ഞല്ലോ ബട്ടറിലാണ് ചെയ്യണത്, അപ്പോൾ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും അമൂലിൻ്റെ ഒരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു, അത് പോരാ. ഇതിൻ്റെ ഒരു അൽമറയുടെ ഒരു കുഞ്ഞു കഷ്ണം കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പുലാവാണ്, നല്ല മണമുള്ളൊരു പുലാവാണ് കേട്ടോ ഇത്. പിന്നെ ഇത് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു 12 അണ്ടിപ്പരിപ്പ് ഞാൻ ജസ്റ്റ് 2 പിളർന്നിട്ട് ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 8 ഏലക്കായ വേണം. പിന്നെ ഒരു 8 ക്ലോവ്സ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഗ്രാമ്പൂ. ഇതേ ഉള്ളൂ ഇതിൽ ഫ്ലേവർ. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറൊരു ഗരം മസാലയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. വളരെ സിമ്പിളാണ്, നല്ല ഭംഗിയായിരിക്കും. കാര്യം വൈറ്റ് റൈസിലാണ്, ഞാൻ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഞാൻ ആകെ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ്ലി ഇത് രണ്ടുമില്ലേ, ഗ്രാമ്പൂവും അതുമാതിരി തന്നെ കാർഡമം, നമ്മുടെ ഏലക്കായും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ചതയ്ക്കും. ഞാൻ ഡയറക്റ്റ് ഇടാറില്ല, ഞാൻ ചതച്ചിട്ടാണ് ഇടാറ്. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്, നമ്മുടെ വയനയില ബേ ലീവ്സും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, ഞാൻ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ വയനയിലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ ഇങ്ങനെ ഉരുക്കാൻ വെച്ചിട്ടുണ്ടേ. അപ്പം ഞാൻ ആ അൽമരായുടെ ഒരു ചെറിയ പീസും പിന്നെ നമ്മുടെ അമൂലിൻ്റെ ആ പീസും കൂടി ഇട്ടിട്ടാണ് ഉരുക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം അതിലോട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഈ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഗ്രാമ്പു, ഏലക്കായ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. ഇനി ഇതിൻ്റെ വേറെ വേർഷൻസ് ഉണ്ട് കേട്ടോ, ഇലാബറേറ്റഡ് വേർഷൻസ്. അത് വരും എപ്പിസോഡ്സിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചി തന്നെയാണ്. എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും, നല്ല ഫ്ലേവറുമാണ്. പിന്നെ ഇതിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കുക. ആ ഒരു സമയത്ത് നമ്മുടെ ബേ ലീവ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് പിച്ചിടുക. ഞാൻ ബേ ലീവ്സ് ഒരിക്കലും അങ്ങനെ ഒരു ബേ ലീഫ് മുഴുവനോടെ ഇടാറില്ല. ഞാൻ എപ്പോഴും ഒന്ന് ഇങ്ങനത്തെ റൈസൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒന്ന് പൊട്ടിച്ചിടും. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക. ഇതിലോട്ട് ഫസ്റ്റ് ചേർക്കേണ്ടത് നമ്മുടെ നട്ട്സാണ്. ഞാനിതിപ്പോൾ സ്പെഷ്യലായിട്ട് വേറെ വറുത്തിട് അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞ് എളുപ്പത്തിൽ വെക്കാവുന്ന റെസിപ്പീസാണ് ഇതൊക്കെ. അതിൻ്റെ കൂടെ നമ്മുടെ പച്ചമുളക് ഇടുക, 2 പച്ചമുളക് ഉണ്ടായിരുന്നത് അതും കൂടി ഇടുക. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, 2 ഇൻഗ്രീഡിയൻസ് പറയാൻ വിട്ടുപോയി. ആസ് യൂഷ്വൽ ഇത് നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് പിന്നെ ഒരു അവിഭാജ്യ ഘടകമാണല്ലോ, അതിപ്പം എന്താ പറയുക, നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അരി ഞാൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള അരിയാണേ, അപ്പം നോക്കി ചേർക്കാം. എനിക്ക് പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പ് വേണം. അപ്പം ഇതിങ്ങനെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാനൊരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. വലിയ ടിപ്പൊന്നുമല്ല, മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പം നമ്മളെപ്പോഴും ഈ ബട്ടർ അല്ലെങ്കിൽ നെയ്യൊക്കെ നമ്മളൊരു സ്പൂണിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങനെ നമുക്ക് കൈകൊണ്ട് വാരിയിടാനും പറ്റൂലല്ലോ. അപ്പോൾ ഇതിങ്ങനെ സ്പൂണിൽ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾ വേസ്റ്റ് ചെയ്യണ്ട. ഇത് നേരെ കഴുകാനിടരുത്. ഇത് നമ്മുടെ റൈസിൽ ഇതിങ്ങനെ വെക്കുക. അപ്പം
ഒറ്റ ബട്ടറോ അല്ലെങ്കിൽ ഒറ്റ നെയ്യോ ഇത് നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ ഇതാ ആ ചോറിൽ ആ നെയ്യുടെ അല്ലെങ്കിൽ ബട്ടറിൻ്റെ എല്ലാ ഫ്ലേവറും ഇറങ്ങും. അപ്പോൾ ഇതാ കംപ്ലീറ്റ് കിട്ടി. സ്പൂൺ വളരെ നീറ്റായി. ഓക്കെ, അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി. ഈ സമയത്ത് നമ്മുടെ വെജിറ്റബിൾസ്, ഓക്കെ, ഈ വെജിറ്റബിൾസ് ഇടാം. അതിൻ്റെ ഒപ്പം നമ്മുടെ ഉള്ളി ഇടാം. ഇതിങ്ങനെ കുറേ ഇളക്കണ പ്രോസസ്സ് ഒന്നുമില്ല. ശരിക്കും പ്രിപ്പറേഷൻ ടൈം, ഒരു കുക്കിംഗ് ടൈം ഇതിനെന്ന് പറയുന്നത് മാക്സിമം 10 to 15 മിനിറ്റ്സേ ഉള്ളൂ. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ട് വഴട്ടാം. നന്നായിട്ട് ഇളക്കണം കേട്ടോ, കൈ എടുക്കാണ്ട് ഇളക്കുക. വെജിറ്റബിൾസ് പൊട്ടിക്കാണ്ടിരിക്കുക, ജസ്റ്റ് ഇങ്ങനെ ഇതാ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ഫ്ലേവർ അതിൽ ഇൻഫ്യൂസ് ആവാൻ വേണ്ടിയിട്ടാണ്, അതാണ് കറക്റ്റ് വേർഡ്. ആ ഒരു ഫ്ലേവേഴ്സൊക്കെ കറക്റ്റ് ആ വെജിറ്റബിൾസിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ട് നല്ല സ്മെല്ല് വരും, നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഞാനൊരു 3 മിനിറ്റ് ഇളക്കി. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ ഒരു സമയത്ത് നമ്മുടെ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. അപ്പോൾ കുരു കളയാണ്ടിരിക്കുക അതിനകത്തോട്ട്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് കൈ ഇങ്ങനെ വെച്ചിട്ട് അതിലൂടെ ഒഴിക്കുക. ഒരു അരിപ്പ പോലെ അത് ആക്ട് ചെയ്തോളും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ അതാ പുളിപ്പ് കൂടുതൽ വേണ്ടവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം, അതിൽ തെറ്റില്ല. പക്ഷെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ചേർക്കാം. ഓക്കെ, ആ ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ട് പിന്നെ ഇങ്ങനെ ഇളക്കാം. ഉപ്പുണ്ട്, പുളിയുണ്ട്, പിന്നെ ഈ ലെമൺ സോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചേർക്കാം. ഈ ലെമൺ ജ്യൂസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അതും ചേർക്കാം കേട്ടോ. അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ അത് ചേർക്കാം. ഇതിലോട്ട് നമ്മുടെ കുക്ക് ചെയ്തിട്ടുള്ള റൈസ്, അതിനുശേഷം ഇപ്പോൾ ഇത്ര നേരം ഞാൻ നമ്മുടെ ഫ്ലെയിം വെച്ചിരിക്കുന്നത് മീഡിയം ഹൈ ഇല്ല, മീഡിയമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ടെമ്പറേച്ചർ ഒരു ഇച്ചിരി കൂട്ടാം. ഇപ്പോൾ മീഡിയം ഹൈയിലാണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ ഞാനിങ്ങനെ റൊട്ടേറ്റ് ആണ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ ചെയ്യുക. കണ്ടോ, ഇത് കണ്ടോ, സാധാരണ അരിയാണ്, സോണ മസൂരി അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബസ്മതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാണ്. കാര്യം സാധാരണ ഒരു വീട്ടിൽ എപ്പോഴും എന്താ പറയുക, ബസ്മതി അരിയോ അല്ലെങ്കിൽ ഖൈമ, എനിക്ക് കൂടുതൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടം കുഞ്ഞരിയാണ്, ഖൈമയാണ്. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനത്തെയൊക്കെ ചെയ്യാറ്. എനിക്ക് വലിയ ലോങ് ഗ്രീൻ റൈസിനേക്കാളും ഇഷ്ടം കുഞ്ഞരിയാണ്. അപ്പം അതെപ്പോഴും സ്റ്റോക്ക് വേണം എന്നില്ല. പക്ഷെ ഈ അരികളൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും മേടിക്കുന്നതാണ് ചോറ് വെക്കാനൊക്കെ. അപ്പം ഇത് വെച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ്. കണ്ടോ, നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ഇട്ടേക്കുക. ഇതിപ്പോൾ എല്ലായിടത്തേക്കും ആയി, നമ്മുടെ വെജിറ്റബിൾസൊക്കെ എല്ലായിടത്തേക്കും ആയി. ഇനി ഇത് ഇങ്ങനെ ഒരു 2 മിനിറ്റ് ഇട്ടേക്കുക. ഒന്ന് ജസ്റ്റ് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ മൂടി വയ്ക്കുകയാണേ. ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. 2 മിനിറ്റ്, കൂടുതൽ ഇടരുത്. കാര്യം ചോറ് കൂടുതൽ നമുക്ക് വേവിൻ്റെ ആവശ്യമില്ല, ഇത്ര വേവിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ടെമ്പറേച്ചർ ആ സമയത്ത് ഒന്ന് മീഡിയത്തിലിടുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുലാവ് ആയിട്ടുണ്ടാവും. നല്ല സുഗന്ധം പരത്തിക്കൊണ്ട് പുലാവായി. ചിലവർ ഇതിനകത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കും, ചേർക്കണവർക്ക് ചേർക്കാം. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഈ എന്താ പറയുക, ഈ ഒരു സ്റ്റേജിൽ ഇനി നമ്മൾ അധികം ഇളക്കാതെ നമ്മുടെ മല്ലിയിലിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അധികം ഇനി ഇളക്കണ്ട. ഉപ്പ് ഞാൻ നോക്കി, എനിക്ക് ഉപ്പുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദേ ലൈറ്റിലേക്കൊന്ന് കൊണ്ടുവന്നതാണ്, നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഒരു കളറും ടെക്സ്ചറൊക്കെ ഒന്ന് കാണിച്ചു തരാൻ. കണ്ടോ, നമ്മുടെ സാധാരണ സോന മസൂരി അരി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പുലാവാണ്. അതും വളരെ പെട്ടെന്ന്, മാക്സിമം 15 മിനിറ്റ്സ് എടുക്കുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ട്, അതുമാതിരി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.